മൈഗ്രെയിൻ ചികിത്സയിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് മരുന്നുകളുടെ ചികിത്സ എന്ന ഭാഗവും രണ്ടാമതായിട്ട് രോഗി തന്നെ ചെയ്യേണ്ട ജനറൽ മാനേജ്മെന്റ് എന്ന വിഭാഗവും. മരുന്നിന്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർക്ക് വിട്ടതിന് ശേഷം രോഗികൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, ദിനചര്യയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുന്നില്ലെങ്കിൽ മരുന്ന് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. നേരെ മറിച്ച് ജനറൽ മാനേജ്മെന്റ് ടെക്നിക്സ് മാത്രം ചെയ്തുകൊണ്ട് കാല് വെള്ളം നനച്ചിടുകയോ അതല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുകയോ വെയിലത്തിറങ്ങാതെയോ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളുടെ മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിന് ശേഷം രോഗം എന്താണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നിർദ്ദേശിക്കുന്നതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ജനറൽ മാനേജ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുന്നവരിൽ വളരെ നന്നായിട്ട് റിസൾട്ട്സ് കണ്ടുവരുന്നു. ഒരു മൈഗ്രെയിൻ രോഗിയെ വിശദമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് തലവേദന എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് കൂടുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആ കൃത്യമായിട്ടുള്ള ട്രിഗറുകൾ ഒഴിവാക്കുന്നതിനുള്ള കാര്യങ്ങൾ പറയുകയും അവർക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ പതിവ്. തലവേദന മാറുന്നതിനായിട്ട് മാത്രം നിങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ട പല ടെക്നിക്കുകളും ഉണ്ടാവും. അതിൽ ഒന്ന് രണ്ടെണ്ണം താഴെ കമന്റ് ചെയ്യുമല്ലോ.